സൈഫുദ്ദീൻ, നമ്മൾ ഇന്നലെ മുതൽ തന്നെ വാർത്ത നൽകിയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സമവായ ഫോർമുല രൂപപ്പെട്ടിട്ടുണ്ട്, അത് CPI അംഗീകരിക്കും, അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ഇടത് രാഷ്ട്രീയത്തിനുള്ളിൽ രൂപപ്പെട്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായിരിക്കുന്നു. ഇതിൽ ആര് ജയിച്ചു, ആര് തോറ്റു, ആര് വഴങ്ങി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. CPIക്ക് CPM ആണോ വഴങ്ങിയത്, അതെയോ നേരെ തിരിച്ചാണോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു കേരളത്തിലെ CPM നേതാക്കളും CPI നേതാക്കളും ഒക്കെ. അതിന് ദേശീയ തലത്തിലുള്ള നേതാക്കൾ തന്നെ വിഷയത്തിൽ ഇടപെടുന്നു. MA ബേബിയും D രാജയും പലവട്ടം സംസാരിക്കുന്നു. മുഖ്യമന്ത്രി CPI നേതാക്കളെ അങ്ങോട്ടേക്ക് പോയി ആലപ്പുഴയിൽ നിന്ന് കാണുന്നു. ആലപ്പുഴയിലെ കൂടിക്കാഴ്ചയിലാണ് ഒരു ഫോർമുല മുന്നോട്ടേക്ക് വെക്കുന്നത്. അത് നമ്മൾ ഇന്നലേക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെക്കാം. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ നിയന്ത്രണത്തിലായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ. അതുവരെ ഫയൽ നീക്കങ്ങൾ വൈകിപ്പിക്കാം. ഒപ്പം LDF ചർച്ച ചെയ്യാം. ഇതായിരുന്നു മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തിനും അതുപോലെ CPIയുടെ മന്ത്രിമാർക്കും മുന്നിൽ വെച്ച ഫോർമുല നിർദ്ദേശങ്ങൾ. പക്ഷേ അത് CPI അംഗീകരിച്ചില്ല. CPI പറഞ്ഞത് അതുപോരാ, കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെടണം, ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നതായിരുന്നു CPIയുടെ മുന്നിലുണ്ടായിരുന്ന, CPI മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം. അതിൽ പക്ഷേ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് പിന്നീട് CPIയുടെയും CPMന്റെയും ദേശീയ സെക്രട്ടറിമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ധാരണ ഉണ്ടാവുകയാണ്. അതായത് ഒരു സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കാൻ കഴിയില്ല. കത്ത് കൊടുത്താൽ അത് അംഗീകരിക്കില്ല. ഇത് പിന്മാറണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ്. അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നതിൽ അർത്ഥമില്ല, അതൊരു വിഡ്ഢിത്തരമാണ് എന്ന് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ CPIയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നാലെയാണ് ദേശീയ തലത്തിൽ മറ്റൊരു ഫോർമുല ഉരുത്തിരിയുന്നത്. അതായത് ഇതിലെ നിർദ്ദേശങ്ങൾ അതിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇളവ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ കത്ത് നൽകുമ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് ആ തീരുമാനമാകും വരെ ഇത് മരവിപ്പിക്കണം, ഈ PMശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ ഫയൽ നീക്കങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഈ സ്കൂളുകളുടെ ലിസ്റ്റ് നൽകുന്ന അടക്കമുള്ള ഒരു തുടർ നടപടികളും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ഒപ്പം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്ന ഫോർമുലകളിൽ ചിലത്, അതായത് ഒരു മന്ത്രിസഭാ ഉപസമിതി LDFൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. LDF 2-ാം തീയതി വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തിരക്കിട്ട തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനൊടുവിലാണ് CPIയെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. അത് D രാജയെ തന്നെയാണ് MA ബേബി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MA ബേബിയും MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും LDF കൺവീനറും ഒക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ കേന്ദ്ര തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഈ സമവായ ഫോർമുല CPMന്റെ സംസ്ഥാന നേതൃത്വവും അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിച്ചു വന്ന വിവരം D രാജയെ MA ബേബി തന്നെ അറിയിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും CPM മുന്നോട്ട് വെച്ച ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം, കാര്യങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഇന്ന് വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണം എന്നതായിരുന്നു CPMന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം. എന്തായാലും CPI മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ CPM അംഗീകരിച്ചപ്പോൾ CPM മുന്നോട്ട് വെച്ച മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണമെന്ന ആവശ്യം CPIയും അംഗീകരിക്കുകയാണ്. അങ്ങനെ അംഗീകരിച്ച ഫോർമുല തീരുമാനമാണ് അല്പസമയം മുമ്പ് മന്ത്രി K രാജനും ഒപ്പം ബിനോയ് വിശ്വം കൂടി AKG സെന്ററിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ സാധാരണഗതിയിൽ രാവിലെ 9:00ക്കും 10 മണിക്കും ഒക്കെ ചേരേണ്ട മന്ത്രിസഭാ യോഗം ഇവർക്ക് കൂടി പങ്കെടുക്കാൻ, അല്ലെങ്കിൽ സമവായ ഫോർമുല തയ്യാറാവുന്നത് വരെ നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നീട്ടിവെച്ച മന്ത്രിസഭാ യോഗം 3:30ക്കാണ് അതിലേക്ക് പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അല്പസമയത്തിനുള്ളിൽ CPIയുടെ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്, അതിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ശരി, ഐസക്കും വിജിൻ ബായാന്തോടുമാണ് വിശദാംശങ്ങൾ.